എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പം കേസരി ലഡു, അതായത് എളുപ്പത്തിൽ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ കേസരി ലഡു ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കേസരി ഉണ്ടാക്കും, പിന്നെ അത് ലഡു ഫോമിലേക്ക് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് സാധാരണ കേസരി ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേസരി ലഡു കുക്കറിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേസരി ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഈ ഗീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ് ഉള്ളത് കൊണ്ട് ഞാനിവിടെ ചെയ്യുന്നില്ല. അതും കൂടി നിങ്ങളൊന്ന് ചെയ്യണം. അത് നമുക്ക് ലാസ്റ്റ് ലഡുവിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാനാണ്. റവ നമുക്ക് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും റോസ്റ്റ് ചെയ്യരുത്. ഇപ്പം നമ്മൾ ആദ്യം 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. ഈ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലഡു ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം നെയ്യ് ആവശ്യമുണ്ട്. കാരണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റവയെല്ലാം റോസ്റ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതേപോലത്തെ ഒരു കുക്കറാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് റവയല്ലേ എടുത്തത്, അതുകൊണ്ട് 1 ഗ്ലാസും പിന്നെ 1/4 ഗ്ലാസും 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളത്തിനൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് തിളക്കണ്ട. സമയം എടുത്തിട്ട് ഇത് തിളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് റവക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര. ഇതൊരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരമുള്ള ലഡു കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കായ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കായ് പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്കായും ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മതിയെ, മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. സമയം എടുത്തിട്ട് തന്നെ തിളക്കട്ടെ. നല്ല ഏലക്കായൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ ഒരു റെഡ് കളറും ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് അങ്ങനെ റെഡ് കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിലും ചേർത്താൽ മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ഇല്ലെങ്കിൽ മഞ്ഞ കളർ വേണമെങ്കിൽ നിങ്ങൾ 1 നുള്ളു മഞ്ഞൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞളിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് നന്നായിട്ട് തിളക്കുന്നത് കൊണ്ട് പച്ചമണമൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ ചെറുങ്ങനെ തിള വരുന്നുണ്ട്, പക്ഷേ ഇത് പോരെ, നമുക്ക് നന്നായിട്ട് തിളക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്വീറ്റ്സ് കഴിക്കണം തോന്നുവാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബൂന്തി ലഡു പോലെയൊന്നും അത്ര പണിയൊന്നുമില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടിയൊന്നും ഇല്ലാണ്ട്
റവ നന്നായിട്ട് ഇളച്ചി ഇത്ര മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. ഇത് വിസിലിടാൻ നിങ്ങൾ മറക്കരുത്, കാരണം ആവി പുറത്തേക്ക് പോവാതിരിക്കാനാണ്. വിസിലൊന്നും വരില്ല, കാരണം നമ്മളിത് കുക്ക് ചെയ്യുന്നില്ലല്ലോ. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റണം. ഒരു സ്ഥലത്തേക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് കുറച്ച് ചൂട് മാറിയതിന് ശേഷം ലഡു പോലെ ഉരുട്ടിയെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളി, കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് കുറച്ച് ചൂട് മാറിയതിന് ശേഷം ലഡു പോലെ ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചൂട് മാറാൻ കാത്തു നിൽക്കേണ്ട, കുറച്ച് ചൂടിൽ ഉരുട്ടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉരുട്ടാൻ തുടങ്ങാം. അപ്പോൾ കുറച്ചെടുക്കാം. കുറച്ച് ചൂടുണ്ടാവും, എന്നാലും സാരമില്ല. ഒരുപാട് ചൂട് മാറാൻ നിൽക്കണ്ട നിങ്ങൾ കേട്ടോ, എന്നാലും ഉരുട്ടാൻ വിഷമമായിരിക്കും. അപ്പോൾ ലഡുവിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളെ ഓരോ ആൾക്കാരെയും താല്പര്യം അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ലഡുവാണ് ഉരുട്ടുന്നത്. ഇങ്ങനെ ഉരുട്ടിയാൽ മതി, ഈസിയാണ് ഉരുട്ടാൻ, അത്ര പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂസ് ഇതിൽ വെച്ച് കൊടുക്കാം. ഇപ്പം കാഷ്യൂസ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എല്ലാം അതേപോലെ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളെ കേസരി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പം ഈ ഒരു അളവിൽ എനിക്ക് ഒരു 16 ലഡുവാണ് കിട്ടിയത്. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിൽ ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ അടിപൊളിയല്ലേ, ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. ഇപ്പം ഇതിലിപ്പം മധുരം എന്ന് പറയുന്നത് എനിക്കുള്ളത് മീഡിയം ഒരു മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പഞ്ചസാരൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.